ഡെർമാക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് കോജിക് ആസിഡ് പ്ലസ് പ്രൈസിന് നമുക്ക് സ്നെയിൽ പെപ്റ്റൈഡ് സീറം സ്ക്രീൻ ആണ്. ഇതാണ് സൺസ്ക്രീൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞാൻ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന്. അപ്പൊ അതിന്റെ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ഡെർമാക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഒരു അൺബോക്സ് നമുക്ക് ചെയ്യാം. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തു, നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ 1% കോജിക് ആസിഡ് പ്ലസ് ബ്യൂട്ടിൻ നൈറ്റ് റിപ്പയർ ഫേസ് സെറം ജെൽ ആണ്. ഇത് ഞാൻ ഒരുപാട് കണ്ടു. അതായത് എനിക്ക് കുറച്ച് പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ കോജിക് ആസിഡ് ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് യൂസ് ചെയ്തൊക്കെ നോക്കാം. യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യാം. യൂസ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 1% കോജിക് പ്ലസ് ബ്യൂട്ടിൻ നൈറ്റ് റിപ്പയർ ഫേസ് സെറം ജെൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറം എന്ന് പറയുന്നത്. നമ്മുടെ കോസ്റ്റാറക്സിന്റെ ഒക്കെ സ്നെയിൽ പെപ്റ്റൈഡ് സിറം അതിന്റെ ഒക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണത്. അതായത് അഫോർഡബിൾ പ്രൈസിന് നമുക്ക് സ്നെയിൽ മ്യൂസിയം വേണമെന്നാണെങ്കിൽ ഇത് വാങ്ങിക്കാം. അതായത് കോസ്റ്റാറക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. അപ്പോൾ അഫോർഡബിൾ പ്രൈസിന് നമുക്ക് സ്നെയിൽ പെപ്റ്റൈഡ് സിറം വേണമെന്നാണെങ്കിൽ ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. ഇത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ നല്ല റിവ്യൂ കണ്ടു. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ നയസിനമൈഡും പെപ്റ്റൈഡ് കോംപ്ലക്സ് ഒക്കെയാണ് ഉള്ളത്. നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള സ്കിന്നിന് ഇത് അടിപൊളിയാവാൻ കേട്ട് വാങ്ങിയതാണ്. യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ പറയാം. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കോജിക് ആസിഡിന്റെ തന്നെ ഒരു ഫേസ് സിറം. നേരത്തെ വാങ്ങിയിട്ടുള്ള ഒരു നൈറ്റ് സിറം ജെല്ലിന്റെ കൂടെ തന്നെ ഈ ഒരു കോജിക് ആസിഡ് ഫേസ് സിറം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതും നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് കേട്ടത്. ഡാർക്ക് സ്പോട്ട്സും അതുപോലെ പിഗ്മെന്റേഷനും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. അപ്പൊ ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡേയും നൈറ്റും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിറമാണ്. അപ്പൊ ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല വൈറൽ ആയിട്ടുള്ള നമ്മുടെ ഡെർമാക്കോയുടെ ഒരു സൺസ്ക്രീൻ ആണ്. ഇതാണ് സൺസ്ക്രീൻ. SPF 50 PA++++. നല്ല സൺ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻഡ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ തരുന്ന ഒരു സൺസ്ക്രീൻ ആണിത്. പക്ഷേ ഇതെനിക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഗൈസ്. ഇത് പൊട്ടിയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഈ സംഭവമൊക്കെ പുറത്ത് കിടക്കുന്നത് ഒന്നും ചെയ്യാനില്ല. ഈ സംഭവമൊക്കെ പുറത്ത് കിടക്കുന്നത് ഇങ്ങനെ ഡാമേജ്ഡ് ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയത്. അറിയില്ല, പക്ഷെ നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തു ഒരു വട്ടം. നല്ല സൺസ്ക്രീൻ ആണ്. പിന്നെയുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് സൺസ്ക്രീൻ തന്നെയാണ്. നമ്മൾക്കിപ്പോ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ 2 hours കൂടുമ്പോൾ അതിനൊരു റീ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്രീം അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, നമ്മളിപ്പോ മേക്കപ്പ് ഇട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെന്നാണെങ്കിൽ സൺസ്ക്രീൻ റീ ആപ്ലിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മാറ്റിഫൈങ് മിനറൽ പൗഡർ സൺസ്ക്രീൻ ആണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൽ പൗഡറാണ്. ഇതിൽ തുറന്നു കഴിയുമ്പോൾ ഒരു ബ്രഷ് ഒക്കെ ഉണ്ട്. ഈ ബ്രഷസ് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അടിപൊളി സാധനമാണ്. ഇത് ഞാൻ നമ്മുടെ രേഷ്മ ചേച്ചിയുടെ ആ ചാനലിൽ കണ്ടു വാങ്ങിയതാണ്. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ ഡെർമാക്കോയിൽ നിന്ന് ഇപ്പൊ വാങ്ങിയിട്ടുള്ളത്. ഇനി ഈ ഓരോ പ്രോഡക്ട്സിന്റെയും റിവ്യൂ ഞാൻ യൂസ് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുമാണുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞാൻ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന്. അപ്പൊ അതിന്റെ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ഡെർമാക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഒരു അൺബോക്സ് നമുക്ക് ചെയ്യാം. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തു, നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ 1% കോജിക് ആസിഡ് പ്ലസ് ബ്യൂട്ടിൻ നൈറ്റ് റിപ്പയർ ഫേസ് സെറം ജെൽ ആണ്. ഇത് ഞാൻ ഒരുപാട് കണ്ടു. അതായത് എനിക്ക് കുറച്ച് പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ കോജിക് ആസിഡ് ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് യൂസ് ചെയ്തൊക്കെ നോക്കാം. യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യാം. യൂസ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 1% കോജിക് പ്ലസ് ബ്യൂട്ടിൻ നൈറ്റ് റിപ്പയർ ഫേസ് സെറം ജെൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്
ഈ ഒരു സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറം എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റാറക്സിന്റെ ഒക്കെ സ്നെയിൽ പെപ്റ്റൈഡ് സിറം അതിന്റെ ഒക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണത്. അതായത് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് സ്നെയിൽ മ്യൂസിൻ വേണമെന്നാണെങ്കിൽ ഇത് വാങ്ങിക്കാം. അതായത് കോസ്റ്റാറക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. അപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് സ്നെയിൽ പെപ്റ്റൈഡ് സിറം വേണമെന്നാണെങ്കിൽ ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. ഇത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ നല്ല റിവ്യൂ കണ്ടു. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ നയസിനമൈഡും പെപ്റ്റൈഡ് കോംപ്ലക്സ് ഒക്കെയാണ് ഉള്ളത്. നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള സ്കിന്നിന് ഇത് അടിപൊളിയാണ്. കേട്ട് വാങ്ങിയതാണ്. യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ പറയാം. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കോജിക് ആസിഡിന്റെ തന്നെ ഒരു ഫേസ് സിറം. നേരത്തെ വാങ്ങിയിട്ടുള്ള ഒരു നൈറ്റ് സിറം ജെല്ലിന്റെ കൂടെ തന്നെ ഈ ഒരു കോജിക് ആസിഡ് ഫേസ് സിറം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതും നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് കേട്ടത്. ഡാർക്ക് സ്പോട്ട്സും അതുപോലെ പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. അപ്പൊ ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡേയും നൈറ്റും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിറമാണ്. അപ്പൊ ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല വൈറൽ ആയിട്ടുള്ള നമ്മുടെ ഡെർമാക്കോയുടെ ഒരു സൺസ്ക്രീൻ ആണ്. ഇതാണ് സൺസ്ക്രീൻ. SPF 50 PA++++. നല്ല സൺ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻഡ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ തരുന്ന ഒരു സൺസ്ക്രീൻ ആണിത്. പക്ഷേ ഇതെനിക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഗൈസ്. ഇത് പൊട്ടിയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഈ സംഭവമൊക്കെ പുറത്ത് കിടക്കുന്നത് ഒന്നും ചെയ്യാനില്ല. ഈ സംഭവമൊക്കെ പുറത്ത് കിടക്കുന്നത് ഇങ്ങനെ ഡാമേജ്ഡ് ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയത്. അറിയില്ല എന്താണ്. പക്ഷെ നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തു ഒരു വട്ടം. നല്ല സൺസ്ക്രീൻ ആണ്. പിന്നെയുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് സൺസ്ക്രീൻ തന്നെയാണ്. നമ്മൾക്കിപ്പോ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ 2 hours കൂടുമ്പോൾ അതിനൊരു റീആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്രീം അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, നമ്മളിപ്പോ മേക്കപ്പ് ഇട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെന്നാണെങ്കിൽ സൺസ്ക്രീൻ റീആപ്ലിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മാറ്റിഫൈങ് മിനറൽ പൗഡർ സൺസ്ക്രീൻ ആണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൽ പൗഡറാണ്. ഇതിൽ തുറന്നു കഴിയുമ്പോൾ ഒരു ബ്രഷ് ഒക്കെ ഉണ്ട്. ഈ ബ്രഷസ് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അടിപൊളി സാധനമാണ്. ഇത് ഞാൻ നമ്മുടെ രേഷ്മ ചേച്ചിയുടെ ആ ചാനലിൽ കണ്ടു വാങ്ങിയതാണ്. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ ഡെർമാക്കോയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഇനി ഈ ഓരോ പ്രോഡക്ട്സിന്റെയും റിവ്യൂ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുമാണുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ.